പാകിസ്ഥാനിലൊക്കെ കാണാറുണ്ടല്ലോ, സൈന്യം അവിടെ കയ്യേറുന്നു, അവിടുത്തെ പ്രൈം മിനിസ്റ്ററെ മറിച്ചിടുന്നു, തള്ളിയിടുന്നു എന്നൊക്കെ പറയാൻ നമ്മൾ കേൾക്കാറുണ്ട്. അത് തന്നെയാണ് ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സംഗതിയുണ്ട്, ഉടനെ തന്നെ ഒരു റെജീം ചേഞ്ച് വരും എന്ന് പറയുന്ന ഒരു സംഭവം. ആ സംഗതി അവിടെ നടക്കുന്നതിനുള്ള സാധ്യത മങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവരിപ്പോഴും അതിനെ വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. പുതിയ പുതിയ ആളുകൾ ഇറക്കുന്നു. IRGCയുടെ ആണെങ്കിലും പുതിയ നേതാക്കളെ അവർ കൊണ്ടുവരുന്ന ആളെ കൊന്നു തീർക്കുക എന്നുള്ളതാണ് അവിടെ ഇസ്രായേലും അമേരിക്കയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ ആളെ ഇറക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിലൊരു പരാജയം സമ്മതിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇനി ഇത് മുന്നോട്ട് പോയി ജനങ്ങളെയും നാട്ടുകാരെയും ലോകത്തെയും ബുദ്ധിമുട്ടിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിൻവലിയ എന്ന് പറയുന്ന ഒരു രീതി, അത് ഇതുവരെ അതിലേക്ക് പോയിട്ടില്ല. അവര് പുതിയ രീതിയിലുള്ള അറ്റാക്സും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. പക്ഷെ മിസൈലിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ അറ്റാക്കുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഡ്രോണുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കാണും. അപ്പൊ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. പിന്നെ ഇപ്പൊ ഇന്ത്യന്ന് പോലും കമ്മ്യൂണിക്കേഷൻസ് അവിടുത്തെ പ്രസിഡന്റുമായിട്ട് നമ്മൾ സംസാരിച്ചു എന്ന് അറിയുന്നു, മോദിയൊക്കെ. അപ്പൊ അതിൽ പറയുന്നത് ഇതില് സമവായം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ കുറിച്ചാണ് അതിൽ പറഞ്ഞു വരുന്നത്. അപ്പോ യുദ്ധം അവസാനിക്കണം എന്നുള്ളൊരു സൂചനയാണ് അവിടെ കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് കടക്കണം എന്നുള്ളത്. എന്തിനേറെ പറയുന്നു, ഹമാസ് വരെ പറഞ്ഞു നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണം, ഞങ്ങൾ അറ്റാക്ക് ചെയ്ത് നിർത്തണമെന്ന് അറബ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഹമാസ് വരെ പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഖമനൈമാര് ഇനി ആര് ഇനി ഉണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതിന്റെ ലക്ഷ്യം നേടാനുണ്ടാവുന്ന സാഹചര്യങ്ങൾ, വൈകുന്നതിനുള്ള അവസ്ഥ, ഇതൊക്കെയാണ് ഇവിടുത്തെ ചർച്ചയാകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് ചർച്ചയാവേണ്ടത്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഇറാൻ പ്രസിഡന്റുമായി സംസാരിക്കുകയുണ്ടായി. അതുവഴി ടാങ്കർ ഷിപ്പുകൾ ഉൾപ്പെടെ എത്തുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അപ്പോൾ ഹോർമസ് ഇന്ത്യക്ക് മാത്രമായി തുറന്നു കൊടുക്കാനുള്ള ഒരു സ്ഥിതി, ആ ലെവലിലേക്ക് ഇറാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ അദ്ദേഹവുമായി ഇറാനുള്ള ഒരു നയതന്ത്ര ബന്ധത്തിന്റെ ഒക്കെ കരുത്തുകൊണ്ടാവണം. പക്ഷെ ഈ രീതിയിൽ ഇറാൻ ഇന്ത്യയോട് ഒരു അനുകമ്പ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഒരു ശത്രു രാജ്യമല്ല എന്ന് പറയുമ്പോൾ, നിലവിൽ ഇന്ത്യ എന്തിന് ഇറാനെ എതിർക്കണം എന്നതാണ് ചോദ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.